ഇത് നമ്മൾ ഒരു പരാതി എന്നല്ലേ നമ്മുടെ ആയിട്ടുള്ളൊരു കംപ്ലൈൻറ്റ് നിങ്ങളെല്ലാവരും അറിയിക്കാൻ വേണ്ടിയിട്ടാണ്. ഇന്നലെ ഉച്ചയ്ക്ക് 2 മണിക്കാരുണ്ട് പോലെ അവിടെ. എന്നിട്ട് ഇന്ന് ഇത്രയും സമയം കറണ്ട് വന്നിട്ടില്ല. ഇനി ഒരു വൈകുന്നേരമാകുമെന്ന് പറഞ്ഞുകൊണ്ടിരിക്കണേ. അപ്പോൾ നമ്മൾ ഇതിപ്പോൾ 4-5 പ്രാവശ്യം കയറി ഇറങ്ങണം. ഇനി നമുക്ക് പറ്റത്തില്ല. അപ്പോൾ നമ്മൾ പറഞ്ഞു നമ്മളെന്തായാലും വീട്ടിൽ പോകും. എന്നിട്ട് ബാക്കി കാര്യങ്ങൾ അവർ സംസാരിക്കും. ഇനി അങ്ങനെ ഉണ്ടാവണമെങ്കിൽ നമ്മളവിടെ നോക്കിയിട്ട് നമ്മൾ ഇപ്പോഴും എത്തിയിട്ടില്ല. ഇപ്പോഴും 17 എത്തിയിട്ടുള്ളൂ. ആകെ ടാസ്ക് എന്ന് പറഞ്ഞാൽ ഭയങ്കര ടാസ്ക്കാണ്. പിന്നെ നമ്മളെന്നാലും ഒരു ചിക്കൻ കറി ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്ന സമയത്താണ് കറണ്ട് പോയത്. ആ ചിക്കൻ കറി വേറെ കേടുന്നു. നമ്മൾ ഫ്രിഡ്ജിൽ വെച്ച സാധനങ്ങളൊക്കെ കംപ്ലൈൻ്റ് ആയി. ഇതിന് നമ്മുടെ ബോഡിക്ക് തന്നെ നമ്മൾ കംപ്ലൈൻറ്റ് കൊടുക്കുമല്ലേ. നമ്മൾ ഇന്നലെ ഉണ്ടാക്കിയൊരു ചിക്കൻ കറിയാണ്. ഇതിൽ ചിക്കൻ കറി ഒന്നും ആവാനുള്ള സമയം കൂടി തന്നിട്ടുണ്ടായിരുന്നില്ല. അപ്പത്തിനും കറണ്ട് പോയി. ഇവിടെ ഒരു ഫാനോ ഒരു തേങ്ങയും കറങ്ങണില്ല. ഇവിടുന്ന് പുറത്തുനിന്നാണെങ്കിലോ ഒരു തുള്ളി കാറ്റ് പോലും വരില്ല. നമ്മളിത് കണ്ടില്ലേ, ഇങ്ങനെ വേർത്ത് വിളിച്ചിട്ട് അവിടെ ഇരിക്കണം. ആകെ ടാസ്ക് എന്ന് പറഞ്ഞാൽ ടാസ്ക്. ഇവിടെ വന്നത് മുതലുള്ള പ്രശ്നങ്ങളങ്ങനെ. പിന്നെ നമ്മൾ ഒന്നില്ലെങ്കിൽ ലാസ്റ്റ് അവരുടെ ചോദിക്കും അങ്ങനെ എന്തെങ്കിലും ഉണ്ടാകും. കാരണം നമ്മുടെ ഇന്ന് മെയിൻ്റെനൻസും കാര്യങ്ങളൊക്കെ മേടിക്കുന്നുണ്ട്. പിന്നെ ഇപ്പോൾ നമ്മൾ ഇതും കൊടുത്തിട്ട് നമ്മൾ ഇത്രയും പ്രശ്നങ്ങൾ അനുഭവിച്ച് ഇവിടെ നിൽക്കേണ്ട ആവശ്യമില്ലല്ലോ. അപ്പോൾ ഇനി എന്തെങ്കിലും ഉണ്ടാവുകയാണെങ്കിൽ ഷുവർ നമ്മളിവിടുന്ന് ഇറങ്ങും. ഫ്ലാറ്റിൽ നിന്ന് ഞങ്ങൾ പോവുക. തേങ്ങ എപ്പോൾ നോക്കിയാലും ഓരോരോ പ്രശ്നങ്ങൾ ഇവിടെ. മാങ്ങ ഞങ്ങളിനി 2 ദിവസം കഴിഞ്ഞിട്ട് വരുള്ളൂ എന്നൊക്കെ പറയണേ. ചിലപ്പോൾ നാളെ തന്നെ വരും. ഫ്ലാറ്റിനെ കുറിച്ച് 2 വാക്ക് പറയും. 2 വാക്ക് ഒന്നുമില്ല പറയാൻ. ഇന്നലെ ഉണ്ടാക്കിയ ചിക്കൻ കറി ഇതാ. അത് ഞാൻ ഈ വീഡിയോയിൽ വെച്ച് തരാം. അങ്ങനെ ചീഞ്ഞ് മാങ്ങക്കറി പോലെ ഇരിക്കുന്നുണ്ട്. ഞങ്ങൾ പിന്നെ ഒളിച്ചോടി. എവിടേക്കാണ്? അതെ, വീട്ടിലേക്കാണ് ഇനി ഒളിച്ചോടുന്നത്. അപ്പോൾ ഇത് ഇന്ന് ഫ്ലാറ്റിനെ കുറിച്ച് നല്ല പോലെ കുറ്റം പറയുന്നത് സാർ. നമ്മളിങ്ങനെ സെറ്റായിട്ട് വരുമായിരുന്നു. പക്ഷെ നമ്മളൊരു ഫ്ലാറ്റ് എടുത്തില്ലേ, ആ ഫ്ലാറ്റ് കയറിയത് നമ്മൾ പിന്നെ ഇറങ്ങി നമ്മൾ മണ്ടന്മാരെ പോലെ ഇപ്പോൾ റെയിൽവേ സ്റ്റേഷനിൽ വന്നിരിക്കുക. അയ്യോ, എല്ലാവരും നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കണം അല്ലേ? പ്രാർത്ഥിക്കണം. അങ്ങനെ ഒളിച്ചോടി ലാസ്റ്റ് എവിടെ എത്തി? വടക്കാഞ്ചേരി. ഇനി വടക്കാഞ്ചേരി നിന്ന് ഞങ്ങൾ നേരെ വീട്ടിൽ പോകും. അവിടെ നിന്നാണ് ബാക്കി ഒളിച്ചോട്ടത്തിൻ്റെ. ഇത്രയും ദിവസമായി കറണ്ടിൻ്റെ മെയിൻ പ്രശ്നം നമുക്കുള്ളത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, കറണ്ട് ഇങ്ങനെ എന്ന് പറഞ്ഞാൽ നമ്മളിങ്ങനെ ഒന്ന് ഉറങ്ങി വരുമ്പോഴേക്കും കറണ്ട് പോകും. അപ്പോൾ അങ്ങനത്തെ കുറേ സംഭവങ്ങളുണ്ട്. അപ്പോൾ ഫൈനലി ഞങ്ങളുടെ വീട്ടിലോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അയാൾ ബസ് കയറി. അയ്യോ, ഇവിടെ എന്താ കുറേ ആൾക്കാരുണ്ടല്ലോ. അങ്ങനെ എന്തൊക്കെ സംഭവം ഇവിടെ നടക്കുന്നുണ്ട്. എനിവേ ഞങ്ങളിവിടെ എത്തി. ഒളിച്ചോട്ടം സെക്ഷൻ 2 അല്ലേ? റൈറ്റ്. ഫ്ലാറ്റിൽ കറണ്ട് വന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ റിട്ടേൺ പോവാണ്. ഇനി അവിടെ പോയിട്ട് ഞങ്ങൾ മണ്ടന്മാരാവുമെന്ന് തോന്നുന്നു. ഓക്കെ, അപ്പം നമ്മുടെ ഫ്ലാറ്റിൽ കറണ്ട് വന്നു. കണ്ടില്ലേ, ഞങ്ങൾക്ക് ഫ്ലാറ്റിൽ ലിഫ്റ്റൊക്കെ വർക്ക് ചെയ്യാൻ തുടങ്ങി. ഇനിയിപ്പം ഈ കറണ്ട് പോകുമ്പോൾ അടുത്ത ബ്ലോഗ് ഇടും ഞങ്ങളിങ്ങനെ ബ്ലോഗ് ഇട്ട് നമ്മൾ ഇങ്ങനെ ഞങ്ങൾ ഫ്ലാറ്റിൻ്റെ ഫേമസ് ആണ് അല്ലേ. ഞങ്ങളങ്ങനെ ഫ്ലാറ്റൊക്കെ തുറക്കും. നമ്മുടെ ഫ്ലാറ്റ് അങ്ങനെ കറണ്ട് വന്നേക്കാണ്. കറണ്ട് ഇവിടെ എൻ്റെ പൊന്നു കറണ്ടൊക്കെ വന്നു. നമുക്ക് തുറന്നു നോക്കാം. നമുക്ക് കറണ്ടൊക്കെ വന്നു. ഇതേ നോക്കൂ, നമ്മുടെ ഫാൻ ചീഞ്ഞ മണം ഉണ്ടാവും. കാരണം ചിക്കനൊക്കെ ആകെ